നമസ്കാരം. തമിഴ്നാട്ടിൽ ഇനി വരുന്നത് BJP തന്നെ എന്നുറപ്പാക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചത്. തമിഴ്നാട്ടിൽ സന്ദർശനത്തിനായി എത്തിയ നരേന്ദ്രമോദിക്ക് വൻ ജനസ്വീകാര്യതയാണ് ലഭിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ കാണാം. வணக்கம். भारत माता की भारत माता की भारत माता की. സ്റ്റാലിൻ സർക്കാരിന്റെ കാലം കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് BJP യുഗമാണ്. അല്ല, അണ്ണാമലയുടെ യുഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ ചെറുപ്പക്കാരൻ ഇന്നുണ്ടാക്കിയെടുത്ത ജനപ്രീതി അത് ചെറുതല്ല. വരും വർഷങ്ങളിൽ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയരാൻ തക്കവണ്ണം ഇന്ന് അണ്ണാമലൈ വളർന്നു കഴിഞ്ഞു. അതിന് കാരണം അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള സമീപനം തന്നെയാണ്. ഭാരതത്തിന്റെ നായകനായ നരേന്ദ്രമോദിയും ഇന്ന് അണ്ണാമലയെ അഭിനന്ദിക്കുന്നതും ആശീർവദിക്കുന്നതും നമ്മൾ കണ്ടു. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. BJP തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ നയിക്കുന്ന എൻ മണ്ണ് എൻ മക്കൾ എന്ന പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വൻ ജനസാഗരമാണ് വരവേറ്റത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. തിരുപ്പൂരിലെത്തിയ അദ്ദേഹം റോഡ് ഷോയായാണ് സമ്മേളന നഗരിയിലേക്ക് എത്തിയത്. സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ, കേന്ദ്രമന്ത്രി എൽ മുരുകൻ എന്നിവർ അദ്ദേഹത്തോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. തമിഴ്നാട്ടിലെ കൊങ് മേഖല ഇന്ത്യയുടെ വളർച്ചയെ പലതരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഊർജ്ജസ്വലമായ ടെക്സ്റ്റൈൽ വ്യവസായ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. രാജ്യത്തിന്റെ വായു ഊർജ്ജ ഉൽപാദനത്തിലും പ്രദേശത്തിന് വലിയ പങ്കുണ്ട്. സംരംഭങ്ങളുടെ പിന്തുണ എടുത്തു പറയേണ്ടതാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സംരംഭങ്ങൾ വഹിക്കുന്നത് നിർണായക പങ്കാണ്. തമിഴ്നാടുമായുള്ള എന്റെ ബന്ധം ഹൃദയത്തിൽ നിന്നുമുള്ളതാണ്. തമിഴ് മണ്ണ് എന്നും എനിക്ക് അതിരുകളില്ലാത്ത സ്നേഹമാണ് നൽകിയത്. ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. സംസ്ഥാനം രാജ്യത്തെ വികസന രാഷ്ട്രീയത്തിന്റെ ഊർജ്ജ കേന്ദ്രമായി മാറാൻ പോകുന്നു. 2024 തമിഴ്നാട് ചരിത്രം സൃഷ്ടിക്കും. ഇന്ന് സമാപിച്ച എൻ മണ്ണ് എൻ മക്കൾ പദയാത്ര അതിന്റെ തെളിവാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ BJP ഭരണത്തിലാണ് തമിഴ്നാടിന് ഏറ്റവും അധികം ഫണ്ട് ലഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനം ഇന്നും തുടരുകയാണ്. തൂത്തുക്കുടിയിൽ 17,300 കോടി രൂപയുടെ വികസന പദ്ധതികൾ നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും.